നോക്കിയോ ന്യൂമറിക്കൽ മെത്തേഡ്സിൽ ഇനി നമ്മൾ നോക്കുന്ന റെഗുലാർ ഫാൾസി മെത്തേഡ് എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഈ റെഗുലാർ ഫാൾസി മെത്തേഡിൽ ഒരു ഇക്വേഷൻ തന്നിട്ട് ആ ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പറയും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ സോൾവ് x³ - 9x + 1 = 0 എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഫൈൻഡ് ദ റൂട്ട്സ് ലൈങ് ബിറ്റ്വീൻ 2 and 4. അപ്പോൾ 2 നും 4 നും ഇടയ്ക്ക്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, എടുത്തെഴുതുന്നു. അതായത് x³ - 9x + 1 = 0 എന്ന് എടുത്തെഴുതാം. റൂട്ടെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ, എക്സിന് ഏതൊരു വാല്യൂ കൊടുക്കുമ്പോഴത്തേക്ക് ഇതിലിട്ട് കൊടുക്കുമ്പം ഇതെല്ലാം കൂടെ കൂട്ടി കുറച്ച് കിട്ടുമ്പോഴത്തേക്ക് എത്ര കിട്ടണം? 0 കിട്ടണം. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് മെത്തേഡ് ഉപയോഗിച്ച്? റെഗുലാർ ഫാൾസി മെത്തേഡ് ഉപയോഗിച്ച്. 2 നും 4 നും ഇടയ്ക്കായിരിക്കും അത് കിടക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിടക്കുന്ന ഈ സാധനത്തിന് f(x) = 0 എന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ f(x)ൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? f(x) = ഈ ഒരു എക്സിലുള്ള ഫംഗ്ഷൻ എന്നിട്ട് എഴുതാം. അതായത് x³ - 9x + 1 ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആവുന്ന എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ റൂട്ട് എക്സിൻ്റെ കറക്റ്റ് വാല്യൂ 2 നും 4 നും ഇടയ്ക്ക് കിടക്കുമെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ f(2) കണ്ടുപിടിച്ച് നോക്കും. f(2) കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. അപ്പോൾ 2^3 - 9×2 + 1 എന്ന് വരും അല്ലേ. 2^3 എന്ന് പറഞ്ഞാൽ എത്ര? 8 - 9×2 എത്ര? 18 + 1. അപ്പോൾ എന്ത് വരും? 8ഉം 1ഉം കൂടെ കൂട്ടിയാൽ 9 കിട്ടും. -18 ചെയ്താൽ എന്ത് കിട്ടും? -9 കിട്ടും. പ്രശ്നമല്ലോ. 8 1 9, വലുതിന് ചെറുത് കൊടുത്ത് വലുതിൻ്റെ എണ്ണം -9. അപ്പോൾ f(2) എന്ന് പറയുന്ന വാല്യൂ എനിക്ക് കിട്ടി -9 കിട്ടി. ഇനി അടുത്ത പറഞ്ഞേക്കുന്ന 4 ഇടയ്ക്ക് കിടക്കുന്നത്. അപ്പോൾ ഞാൻ f(4) കണ്ടുപിടിച്ച് നോക്കും. അതായത് f(2) കൊടുക്കുമ്പോഴത്തേക്ക് 0 കിട്ടിയാൽ അത് എക്സിൻ്റെ വാല്യൂ 2 ആണ് നമ്മുടെ റൂട്ട് എന്നാണ് അർത്ഥം. പക്ഷേ 2 അല്ല, 4 അല്ല, അതിന് ഇടയ്ക്ക് കിടക്കും. അപ്പോൾ 4 ഒന്ന് കണ്ടുപിടിച്ചു. 4 കണ്ടുപിടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? 4^3 - 9×4 പ്ലസ് എന്തെന്ന് വരും? 1 വരും അല്ലേ. 4^3 എന്ന് പറഞ്ഞാൽ എത്ര? 4 16, 16 × 4 6 24, 64 വരും അല്ലേ. 64 - 36 + 1. അപ്പോൾ 64 1 60, 64 + 1 65. 65 നിന്ന് എത്ര കുറയ്ക്കുന്നു? 36 കുറയ്ക്കുന്നു. 65 നിന്ന് 36 കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 29 കിട്ടും അല്ലേ. ഓക്കെ, 29 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കായി. അപ്പോൾ വീണ്ടും നോക്കിയേ, f(2) കണ്ടുപിടിച്ചപ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് എനിക്കവിടെ വന്നത്. f(4) കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് എന്ത് വന്നു? ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്തിനൊക്കെ ഇടയിൽ കിടക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇറ്റ് വിൽ ബി ലൈങ് ഇൻ ബിറ്റ്വീൻ 2 and 4. 2 നും 4 നും ഇടയ്ക്ക് കിടക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 നും 4 നും ഇടയ്ക്കാണ് ഈ എക്സിൻ്റെ റൂട്ട് കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ f(2) എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കുക, f(4) എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് നോക്കുക. നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, അതിൽ f(2) ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ, ഇപ്പോൾ f(x) = 2 കൊടുത്തപ്പോഴത്തേക്ക് f(2) കിട്ടി. അതിൻ്റെ വാല്യൂ നെഗറ്റീവാണ് എനിക്കിവിടെ വന്നത്. f(4) ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എന്താ വന്നത്? പോസിറ്റീവാണ് വന്നത്. അതായത് നെഗറ്റീവും പോസിറ്റീവും വരുന്ന തൊട്ടടുത്തുള്ള 2 എക്സ് വാല്യൂസാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്? ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് 2 നും 4 നും ഇടയ്ക്കായിരിക്കും റൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻസിൽ ഈ ഒരു 2 നും 4 നും ഇടയ്ക്കാണ് റൂട്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? f(x)ൻ്റെ വാല്യൂ നെഗറ്റീവ് വരുന്നതും f(x)ൻ്റെ വാല്യൂ പോസിറ്റീവ് വരുന്നതുമായിട്ടുള്ള അടുത്ത 2 എക്സ് വാല്യൂസ് നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? കണ്ടുപിടിച്ച് നോക്കണം. അതായത് സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞാൽ f എന്ത് കണ്ടുപിടിച്ച് നോക്കും? 1 കണ്ടുപിടിച്ച് നോക്കും. f ചിലപ്പോൾ 2 കണ്ടുപിടിച്ച് നോക്കും. f ചിലപ്പോൾ 3 കണ്ടുപിടിച്ച് നോക്കും. ചിലപ്പോൾ f(1) കണ്ടുപിടിച്ച് പോകുമ്പോഴത്തേക്ക് വാല്യൂ നെഗറ്റീവ് കിട്ടും. f(2) കണ്ടുപിടിച്ച് പോകുമ്പോൾ വാല്യൂ പോസിറ്റീവ് കിട്ടും. അപ്പോൾ ഇവിടെ എന്തിൻ്റെ 1 2 ആണ്. 1ഉം 2 ആണ് ഇവിടുത്തെ എക്സ് വാല്യൂസ്. നെഗറ്റീവ് കിട്ടുന്ന എക്സ് വാല്യൂ കണ്ടുപിടിക്കുക, പോസിറ്റീവ് കിട്ടുന്ന തൊട്ടടുത്ത എക്സ് വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 2 എക്സ് വാല്യൂസ് എനിക്ക് നിർബന്ധമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനായിട്ട് ചെയ്തു പോകുന്നതിന് വേണ്ടി. അപ്പോൾ തൊട്ടടുത്ത് f(x)ൻ്റെ വാല്യൂ നെഗറ്റീവും f(x)ൻ്റെ വാല്യൂ പോസിറ്റീവ് ആവുന്ന 2 എക്സ് വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ റെഗുലാർ ഫാൾസി മെത്തേഡിലെ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാനായിട്ട്, ബാക്കി ഇനി പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി എക്സിൻ്റെ വാല്യൂ 2 4 എന്ന് പറയുന്ന 2 വാല്യൂസിന് ഇടയ്ക്കാണെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഞാൻ f(2)ഉം f(4)ഉം കണ്ടുപിടിച്ച് നോക്കി. അത് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രം f(2)ൻ്റെ വാല്യൂ നെഗറ്റീവും കിട്ടി, f(4)ൻ്റെ വാല്യൂ എന്താണ്? പോസിറ്റീവും കിട്ടി. അത് എത്രയാണെന്നുള്ളത് അവിടെ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ എത്രത്തോളം ചെറിയ വാല്യൂ, ഇപ്പോൾ 2ഉം 3ഉം ആണെങ്കിൽ അതിനിടയ്ക്കാണെങ്കിൽ എത്രത്തോളം കുറച്ച് പ്രൊസീജിയേഴ്സ് പിന്നെ ചെയ്താൽ മതിയാവും അതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് എത്താൻ. ഇപ്പോൾ 2ഉം 4ഉം ആകുമ്പോഴത്തേക്ക് ഇതുകൂടി കൂടുതൽ ചെയ്യേണ്ടി. ഇപ്പോൾ 1 1.5, ഇപ്പോൾ f(1) എഴുതപ്പോഴത്തേക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടി. f(1.5) ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടി? പോസിറ്റീവ് വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 2 വാല്യൂസ് എടുത്തിട്ട് നമുക്ക് ബാക്കി ഫർദർ പ്രൊസീജിയർ ചെയ്തു പോവാം. അതായത്
1 എന്ന് പറയുന്ന വാല്യൂ 1.5 വന്നു. ഇവിടെ 1 വരും, ഇവിടെ 1.5 വരും. ഈ 1 എന്ന് പറയുന്ന വാല്യൂ 1.5 എന്ന് പറയുന്ന വാല്യൂ എടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്തു പോകാം. അപ്പോൾ എളുപ്പമാണ്. അതായത് 1-നും 1.5-നും ഇടയ്ക്കല്ലേ, കുറച്ചുകൂടെ ചെറിയ ഗ്യാപ്പല്ലേ ഉള്ളൂ. അപ്പോൾ ഇതുകൂടെ പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇപ്പോൾ 2 ഉം 4 എന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഇതിന് 2 ഉണ്ട്, 2.1 ഉണ്ട്, 2.3 ഉണ്ട്, 2.5 ഉണ്ട്, 3 ഉണ്ട്, 3. അങ്ങനെ ഒരുപാട് ആണ്. 3 പോയിൻറ്റ് തൊട്ട് പിന്നെ 4 വരെ ഉണ്ട്. അപ്പോൾ 2 to 4 ഒരുപാട് നമ്പേഴ്സ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇൻഫൈനൈറ്റ് നമ്പേഴ്സ് നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ. അപ്പം നമ്മളൊരു 4 ഡെസിമൽ പ്ലേസിലൊക്കെ ഇത് എന്ത് ചെയ്യുന്നു, കറക്റ്റ് എക്സ് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് നിൽക്കുക. അപ്പം ഇറഗുലർ ഫാൾസിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വാല്യൂ നെഗറ്റീവും തൊട്ടടുത്ത് എഫ് ഓഫ് എക്സ് വാല്യൂ പോസിറ്റീവും വരുന്ന 2 എക്സ് വാല്യൂസ് കണ്ടുപിടിക്കുക. അത് ഞാനിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് 2ൻ്റെ വാല്യൂ നെഗറ്റീവും കിട്ടി, എഫ് ഓഫ് 4ൻ്റെ വാല്യൂ എന്തും കിട്ടി, എനിക്കൊരു പോസിറ്റീവ് വാല്യൂവും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെഗുലർ ഫാൾസിംഗ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ ഇക്വേഷൻ പഠിച്ചിട്ട് ഞാൻ ബാക്കി കാര്യം പറയാം. ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് ഐ പ്ലസ് 1, ഇത് കാണാതെ പഠിക്കേണ്ട ഇക്വേഷനാണ്. എക്സ് ഐ പ്ലസ് 1 ഈസ് ഈക്വൽ ടു, ഇതാണ് ഇക്വേഷന്, എക്സ് ഐ മൈനസ് 1, ഇത് ഐ ആണ്, ഐ മൈനസ് 1 മൈനസ് ഇനി ഒരു എന്താണ് കോഷ്യൻ്റ് ആണ്, അതായത് മുകളിൽ ന്യൂമറേറ്ററിൽ വരുന്നത് ബ്രാക്കറ്റിനകത്ത് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1. ഓക്കെ, എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1 ഇത് ന്യൂമറേറ്ററിൽ വരും. താഴെ വരുന്നത് ഒരു ഡിഫറൻസ് ആണ്, എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ ഐയുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി 1, 2 എക്സെട്ര. 1 മുതൽ തുടങ്ങി 2, 3 എന്ന് പറഞ്ഞ് അങ്ങനെ പോകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഐ ഈക്വൽ ടു 1 എന്ന് പറയുന്ന സാധനം കൊടുത്തു വെക്കുക. ഐ ഈക്വൽ ടു 1, അതായത് ലെറ്റ് എന്ത് കൊടുത്തു, ഐ ഈക്വൽ ടു 1. ഐ ഈക്വൽ ടു എന്ന് കൊടുക്കുകയാണെങ്കിൽ ഐ ഈക്വൽ ടു 1, 2 എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പം ഐ ഈക്വൽ ടു 1 കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താവും, എക്സ് ഓഫ് ഐ പ്ലസ് 1. ഐ പ്ലസ് 1 സ്ഥലത്ത് എന്ത് വരും, 1 പ്ലസ് 1, അതായത് 1 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് വരും, എക്സ് ഓഫ് 1 മൈനസ് 1 മൈനസ് ഇവിടെ എന്ത് വരും, എക്സ് ഓഫ് ഐയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കണം, 1 കൊടുക്കണം, 1 മൈനസ് എക്സ് ഓഫ് ഇവിടെ എന്ത് വരും, 1 മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എന്ത് വരും, എക്സ് ഇവിടെ എന്ത് വരും, ഐ മൈനസ് 1 അല്ലേ, അതായത് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ നിങ്ങൾക്ക് ഇവിടെ എന്ത് വരും, എഫ് ഓഫ് എക്സ് ഐയുടെ സ്ഥലത്ത് 1 കൊടുക്കണം, 1 മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1, ഐ മൈനസ് സ്ഥലത്ത് 1 മൈനസ് 1 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു നോക്കാം, ഇവിടെ എക്സിൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ എക്സ് ഇവിടെ എന്ത് വരും, 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2 വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എന്താണ് 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 0 മൈനസ് ഇവിടെ എന്ത് വരും, എക്സ് 1 മൈനസ് ഇവിടെ എന്ത് വരും, എക്സ് 0 എഫ് ഓഫ് എന്ത് വരും, എക്സ് 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ അത് 0 വരും ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എക്സ് 1 മൈനസ് എഫ് ഓഫ് എക്സ് 1 മൈനസ് ഇവിടെ 0 കിട്ടും. പറഞ്ഞു മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐട്രേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്തൊക്കെ, ഈ x2 കണ്ടുപിടിക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് x0 ആൻഡ് x1. തൊട്ടടുത്തുള്ള x0യും x1ഉം വേണം. ആ 2 വാല്യൂസാണ് ഇത് x0, ഇത് x1, ഇത്രയേ ഉള്ളൂ. ഇത് x0, ഇത് x1. x0യുടെ വാല്യൂ 2 ആണ്, x1ൻ്റെ വാല്യൂ 4 ആണ്. ഇനി ഇവിടെ എഫ് ഓഫ് x0യും എഫ് ഓഫ് x1ഉം വേണ്ടേ. x0 എന്ന് പറയുന്നത് എന്താണ്, 2 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സാധനം -9 എന്ന് കിട്ടുന്നതാണ് എഫ് ഓഫ് x0, 29 എന്ന് കിട്ടുന്നതാണ് എഫ് ഓഫ് എന്തെന്ന് പറയുന്നത് x1, അതായത് 4 എന്ന് പറയുന്നതല്ലേ x1. അപ്പോൾ എഫ് ഓഫ് 4 എന്ന് പറയുന്നതാണ് എഫ് ഓഫ് x1. 2 എന്ന് പറയുന്നതല്ലേ x0, അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറയുന്നതാണ് എഫ് ഓഫ് x0. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പഠിച്ചാൽ മതി, ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇനി അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ ഫസ്റ്റ് ഐറ്ററേഷനാണ് നമ്മളിവിടെ ചെയ്തത്, അല്ലെങ്കിൽ ഫസ്റ്റ് അപ്രോക്സിമേഷനാണ് നമ്മളിവിടെ ചെയ്തത്, ഐ ഈക്വൽ ടു 1 കൊടുത്തിട്ട്. അടുത്ത നമ്മൾ ഐ ഈക്വൽ ടു 2 കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതങ്ങനെ ഫർദർ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് എക്സിന് ഒരു വാല്യൂ, നമുക്ക് കറക്റ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മാത്രം ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ബാക്കി അങ്ങോട്ട് പോകുന്നതോറും ബാക്കി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ x2ൻ്റെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ x2 എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. x2 ഈക്വൽ ടു, അപ്പം ഇവിടെ എന്താണ് x0 എന്ന് പറയുന്നത് ഞാൻ എന്തെന്ന് പറഞ്ഞു, 2 എന്ന് പറഞ്ഞു. അതായത് 2 മൈനസ് കോഷ്യൻറ്റിൽ x1 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എത്രയാണ്, 4 മൈനസ് x0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, വീണ്ടും 2, 4 മൈനസ് 2 ഇൻറ്റു
എഫ് ഓഫ് എക്സ് സീറോ എന്ന് പറഞ്ഞതല്ലേ, ഇത് -9 ഡിനോമിനേറ്ററിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 29 മൈനസ് പിന്നെ എന്താണ് എഫ് ഓഫ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ -9 അപ്പോൾ +9 വിച്ച് ഇസ് ഈക്വൽ ടു 2 മൈനസ് എന്ത് കിട്ടും 4 - 2 എന്ത് കിട്ടും 2 കിട്ടും ഇൻറ്റു -9 ഡിവൈഡ് ബൈ 29 + 9 38 വിച്ച് ഇസ് ഈക്വൽ ടു 2 മൈനസ് എന്നിട്ട് മൈനസ് നമ്മൾ പ്ലസ് ചെയ്താലോ -18 ഡിവൈഡ് ബൈ 38 വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഈ കിട്ടുന്ന ആൻസർ തന്നെയെന്നൊക്കെ നോക്കട്ടെ കേട്ടോ. ചിലപ്പോൾ ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയാലോ. +2 വന്നിട്ട് 2 അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കുക. ഇനി അടുത്ത എക്സിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിട്ടിയത് 2.4736 എന്നാണ്. അതായത് x2ൻ്റെ വാല്യൂ എനിക്ക് ഇങ്ങനെ ഒരു വാല്യൂ ആണ് കിട്ടിയത്. ഇത് എന്തിന് ബെറ്റ്വീൻ ആയിരിക്കണം? ഈ 2നും 4നും ഇടയ്ക്കായിരിക്കണം. ഞാൻ കൊടുത്ത x0ക്കും x1നും ഇടയ്ക്കായിരിക്കണം കിട്ടുന്ന വാല്യൂ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടുന്ന x2 എന്ന് പറയുന്നത് ഇതിനകത്തുള്ള x1നും x0 തൊട്ട് മുമ്പുള്ള 2 x വാല്യൂസിന് ഇടയ്ക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആയിരിക്കണം. ടെക്സ്റ്റിൽ നോക്കട്ടെ. ടെക്സ്റ്റിൽ നോക്കുമ്പോൾ x2ൻ്റെ വാല്യൂ അത് തന്നെയാണ് കിട്ടുന്നത്. അപ്പം ഇവർ ഒരു കാര്യമുണ്ട് 4 ഡിജിറ്റ്സ് ആണ് ഇവർ അപ്രോക്സിമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 47368 ഈ 6 കഴിഞ്ഞ് 8 വന്നുകൊണ്ട് ഈ 36ന് പകരം ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട് 37 കൊടുത്തിട്ടുണ്ട്. 4 ഡിജിറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1 2 3 4 ബാക്കി ഡിജിറ്റ്സ് കളഞ്ഞു. അപ്പോൾ ഈ ഡിജിറ്റ് എടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ ഈ ഒരു പ്രോസസ്സ് അവസാനിപ്പിക്കുന്നത് ഇപ്പോൾ x2ഉം x3യും കണ്ടുപിടിച്ചു. x2 x3യും ഒരേ വാല്യൂസ് ആണ് വരുന്നതെങ്കിൽ അവിടെ വെച്ച് നമ്മൾ റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് ദാറ്റ് എന്ന് പറയും. ഇപ്പോൾ ഈ അടുത്ത S3 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ 2.4737 ആണ് നമ്മുടെ ആൻസർ എങ്കിൽ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് 2.4737 ആണ്. അപ്പോൾ തൊട്ട് മുമ്പ് എടുത്ത വാല്യൂ ആയത് x1 അല്ലേ, തൊട്ട് മുമ്പ് നമ്മളുള്ള വാല്യൂ x1 ആണ്, അതായത് 4. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള വാല്യൂസ് ഇല്ല. അപ്പോൾ ഇനി അപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് അപ്രോക്സിമേഷനിലേക്ക് കടക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തൊട്ട് മുമ്പുള്ള 2 വാല്യൂസാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ 2 വാല്യൂസ് വേണ്ടേ, ഒന്ന് നെഗറ്റീവോ ഒന്ന് എന്തായിരിക്കണം പോസിറ്റീവോ ആയിരിക്കണം. അപ്പം നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നുള്ളത് x0 ഉണ്ട്, അപ്പോൾ എഫ് ഓഫ് x0 നെഗറ്റീവ് ആണെന്ന് എനിക്കറിയാം. x1 ഉണ്ട്, എഫ് ഓഫ് x1 എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെന്നറിയാം. ഇനി പുതിയതായിട്ട് എനിക്ക് എന്ത് വന്നു, ഒരു x2 വന്നു. അപ്പോൾ ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിച്ച് നോക്കണം, എഫ് ഓഫ് x2 എന്ന് പറയുന്നത് കണ്ടുപിടിച്ച് നോക്കണം. എഫ് ഓഫ് x2 കണ്ടുപിടിക്കണമെങ്കിലും നമ്മുടെ ഇക്വേഷൻ അറിയാമല്ലോ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ x³ - 9x + 1. അതായത് x³ - 9x + 1. ഇവിടെ എക്സിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുത്താൽ മതി, x2 കൊടുത്താൽ മതി. അപ്പോൾ x2ൻ്റെ വാല്യൂ ഇതല്ലേ, നമ്മളത് കണ്ടുപിടിച്ച് നോക്കണം. അപ്പോൾ 2 എത്രയാണ് 4737³ - 9 × 2.4737 + 1. ഇതാണ് നമ്മുടെ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഞാൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ. 2.4737³ - 9 × 2.4737 + 1 -6 എന്ന് പറയുന്ന വാല്യൂ കേട്ടോ, -6.12. ഇത് എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. എഫ് ഓഫ് x2 എന്ന് പറയുന്നത്, അപ്പോൾ എഫ് ഓഫ് x2 എന്ന് പറയുന്നത് സാധനം എന്താണെന്ന് നമുക്കറിയാലോ. അപ്പോൾ എഫ് ഓഫ് x2 എന്ന് പറയുന്ന വാല്യൂ ഞാനിവിടെ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ആ എഫ് ഓഫ് x2 എന്ന് പറയുന്ന വാല്യൂ എന്ത് വാല്യൂ ആണ്, ഇറ്റ് ഈസ് എ നെഗറ്റീവ് വാല്യൂ. അപ്പോൾ ഇവിടെ മാറുന്നത്, ഇവിടെ ഒരു സാധനം മാറും. ഇവിടെ മാറുന്ന സാധനം എന്താണ്, ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ, ഒരു നെഗറ്റീവ് വാല്യൂവിനും പോസിറ്റീവ് വാല്യൂവിനും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവിനും പോസിറ്റീവിനും ഇടയ്ക്ക് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് വാല്യൂവിൻ്റെ സ്ഥലത്ത് എഫ് ഓഫ് x2 എന്ന് പറയുന്നത്, ഇത് ഇവിടെ ഓൾറെഡി 2 അല്ലായിരുന്നു നേരത്തെ ക്വസ്റ്റ്യനിൽ, നേരത്തെ അപ്രോക്സിമേഷനിൽ. ആ 2ന് പകരം എഫ് ഓഫ് x2 എന്ന് പറയുന്ന നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് x2 എന്ന് പറയുന്ന ഒരു റൂട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി. റൂട്ടാവാൻ സാധ്യതയുള്ള ഇതാണെന്ന് എനിക്ക് കിട്ടി. ആ 2 കിട്ടുന്ന സ്ഥലത്ത് ഞാനിവിടെ എന്ത് ചെയ്തു, 2.4737 എഴുതി. പിന്നെ 4 എന്ന് പറയുന്ന പോസിറ്റീവ് റൂട്ട് കിട്ടുന്നത് 4 തന്നെയാണ്. തൊട്ട് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള ലേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്, പോസിറ്റീവ് കിട്ടുന്ന ലേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. തൊട്ട് മുമ്പുള്ള ലേറ്റസ്റ്റ് നെഗറ്റീവ് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2.47. തൊട്ട് മുമ്പുള്ള ഏറ്റവും ലേറ്റസ്റ്റ് നെഗറ്റീവ് കിട്ടുന്ന വാല്യൂ 2.4737 ആയി. അപ്പോൾ ഞാൻ ഇതുകൂടെ ചെറുതാക്കി ഇതിൻ്റെ ഗ്യാപ്പ്, അതായത് നേരത്തെ 2നും 4നും ഇടയ്ക്കാണ് റൂട്ടെന്ന് പറഞ്ഞിരുന്നത്. ഞാൻ ഇനി പറയുന്നു 2.4737നും എന്തിനും ഇടയ്ക്കാണെന്ന് പറയുന്നു, 4നും ഇടയ്ക്കാണെന്ന് പറയുന്നു. അപ്പം ഇവിടെ ഒരു നെഗറ്റീവ് വാല്യൂ പോസിറ്റീവ് വാല്യൂസ് വന്നില്ലേ. ഇനി സെക്കൻഡ് ഐറ്ററേഷനിൽ നമ്മൾ, അല്ലെങ്കിൽ അപ്രോക്സിമേഷനിൽ നമ്മൾ i എന്ന് പറയുന്നത് എന്താണ് കൊടുക്കുന്നത്, 2. iയുടെ വാല്യൂ 2 കൊടുക്കും. ഇപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇക്വേഷൻ. അതാണ് നമ്മുടെ റെഗുലാർ ഫാൾസി മെത്തേഡിൽ
നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? ആൻസർ കണ്ടുപിടിക്കാനുള്ള റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ആ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ ഐയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും? ഞാൻ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുന്നില്ല. 2+1 എന്ന് വരും അല്ലേ? 2+1 എന്ന് പറഞ്ഞാൽ എന്താണ്? x3 വിച്ച് ഈസ് ഈക്വൽ, അതായത് x2 കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ x3 ആയിരിക്കും കിട്ടുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു x ഓഫ് എന്താണ്? i-1, അതായത് 2-1. 2-1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മൈനസ് ഇവിടെ എന്ത് വരും? xi, അതായത് x ഓഫ് ഐയുടെ വാല്യൂ എത്രയാണ്? 2. അപ്പോൾ 2 ഇവിടെ ഇട്ട് കൊടുത്തു. മൈനസ് x ഓഫ് i-1, അതായത് 2-1. 2-1 എന്ന് പറഞ്ഞാൽ 1 x1 ഇൻറ്റു എഫ് ഓഫ് എന്താണ്? xi-1, i-1 2-1 എന്തിന്? x1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്താണ്? എഫ് ഓഫ് xi, ദാറ്റ് ഈസ് ഐയുടെ വാല്യൂ 2 ആണ്. അപ്പോൾ എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് i-1, ദാറ്റ് ഈസ് 2-1, ദാറ്റ് ഈസ് എഫ് ഓഫ് x1. ഇതാണ് സാധനം. അപ്പോൾ എനിക്കിതിൽ ഈ ഒരു ഇക്വേഷനുള്ള എന്തൊക്കെയാണ്? x1ഉം x2ഉം. ആദ്യമുള്ള ഈ സാധനം x1, സെക്കൻഡ് വൺ x2 ഇതിന് കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? അപ്പം x1ഉം x2ഉം. അപ്പോൾ ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x1ൻ്റെ വാല്യൂ നമ്മൾ ഇതാണ് കൊടുക്കേണ്ടത്. ഇവിടെ വ്യത്യാസം മനസ്സിലാക്കണം. x0 ഒക്കെ പോയി. ഇനി തൊട്ടടുത്തുള്ള x1 x2 ആയിട്ടാണ് നമ്മൾ അടുത്ത 2 വാല്യൂസ് എടുക്കേണ്ടത്. ഓക്കെ, 4ൻ്റെ സ്ഥലത്ത് അത് x1 എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ നേരത്തെ പോലെ തന്നെ നെഗറ്റീവിൻ്റെ സ്ഥലത്ത് തൊട്ട്, അതായത് ഇപ്പോൾ 0-1 ആണ് നമ്മുടെ സാധനം. ഈ 0 വരുന്നത് നെഗറ്റീവും 1 വരുന്നത് ഇവിടെ 2-1-2 ആണ്. ഇതിൽ ചെറുത് 1 ആണ്. അപ്പം x1ന് നെഗറ്റീവിൻ്റെ ഫംഗ്ഷൻ വരുന്നതും നെഗറ്റീവ് വാല്യൂ ഫംഗ്ഷൻ വരുന്ന വാല്യൂ ആണ്. പിന്നെ x2 വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ വരുന്ന സാധനമാണ്. അതായത് അങ്ങനെ ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ x1ൻ്റെ സ്ഥലത്ത് നമുക്ക് ഈ വാല്യൂ കൊടുക്കുക, അതായത് 2.4737 മൈനസ് എന്താണ്? x2ൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 4 എന്ന് പറയുന്ന വാല്യൂ. 4 മൈനസ് x1 2.4737 ഇൻറ്റു എഫ് ഓഫ് x1. എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് x1 നമ്മൾ എഫ് ഓഫ് ഈ ഒരു വാല്യൂ ആണ്. ഇവിടെ x2 എന്ന് ഞാൻ എഴുതിയെങ്കിലും ഇവിടെ ഈ ഒരു സ്ഥലത്ത് സംഭവം കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ അറിയേണ്ടത് എഫ് ഓഫ് x1ൻ്റെ വാല്യൂ, അതായത് എഫ് ഓഫ് 2.4737. ഇത് കൺഫ്യൂഷൻ ആക്കരുത്. ഈ തൊട്ട് മുമ്പുള്ള പരിപാടി ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ നമ്മൾ എന്ത് കൊടുത്തു നോക്കണം? ഈ ഒരു ഫംഗ്ഷനിൽ കൊടുത്തു നോക്കണം. അതായത് എഫ് ഓഫ് എന്താണ് നമ്മൾ കൊടുത്തു നോക്കുക? എഫ് ഓഫ് എന്താണ് കൊടുത്തു നോക്കേണ്ടത്? 2.4737 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 2.4737 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതാണ്, -6.12. അതായത് എഫ് ഓഫ് x2. അപ്പോൾ ഈ എഫ് ഓഫ് 4 കൊടുക്കുമ്പോൾ x2 ഒന്നും ആലോചിക്കേണ്ട, എഫ് ഓഫ് 4 ആലോചിച്ചാൽ എഫ് ഓഫ് 4 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 29 ആണ്. അതിനൊരു വ്യത്യാസമില്ല. അപ്പോൾ ആ വാല്യൂസ് തന്നെയായിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. എഫ് ഓഫ് x1ൻ്റെ വാല്യൂ എത്രയാണ്? -6.12 ആണ്. ഇത് തൊട്ട് മുമ്പത്തേൽ അത് കഴിഞ്ഞു. അടുത്തേൽ പുതിയ സാധനമാണെന്ന് ആലോചിച്ച് ചെയ്യുക. എഫ് ഓഫ് x2 എന്ന് പറയുന്നത് എത്രയാണ്? 29 മൈനസ് x1ൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് പ്ലസ് എന്താവും? 6.12 എന്ന് പറഞ്ഞിട്ട് വരും. ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ആൻസർ വിൽ ബി 2.74. അപ്പോൾ x3യുടെ വാല്യൂ 2.74. ഇനി എഫ് ഓഫ് x3 എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എന്ത് കണ്ടുപിടിച്ച് നോക്കുന്നു? എഫ് ഓഫ് 2.74 കണ്ടുപിടിച്ച് നോക്കുന്നു. എഫ് ഓഫ് 2.74 കണ്ടുപിടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ കൊടുത്തൂടെ? അതായത് 2.74 ക്യൂബ് മൈനസ് 9 ഇൻറ്റു 2.74 പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഞാൻ അടിച്ചു നോക്കുക. 2.74 ക്യൂബ് മൈനസ് 9 ഇൻറ്റു 2.74 പ്ലസ് 1. ഇതിൻ്റെ വാല്യൂ വന്നിട്ട് -3.089, അതായത് 01 എന്ന് പറഞ്ഞിട്ടെടുത്തു. ഓക്കെ, 09 എന്ന് പറഞ്ഞെടുത്തു, അല്ല 09. ഓക്കെ, -3.09. ഓക്കെ, ഈ 0 അല്ലെങ്കിൽ ടെസ്റ്റിൽ എഴുതിയിരിക്കുന്ന പോലെ 089 എന്ന് പറഞ്ഞിട്ടെടുത്തു. അപ്പോൾ മൈനസ് വാല്യൂ ആണേ വന്നത്. അപ്പം ആ മൈനസ് വാല്യൂ വന്നാൽ അടുത്ത മൂന്നാമത്തെ അപ്രോക്സിമേഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് വ്യത്യാസമാണ് വരുത്തുന്നത്? അതായത് ഇവിടെ എനിക്കൊരു നെഗറ്റീവ് വാല്യൂ വേണം, ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂ വേണം. നെഗറ്റീവ് വാല്യൂ കിട്ടുന്നത് ഇതിൻ്റെ വാല്യൂ ആണ്. അതായത് 2.47 മാറ്റി 2.4737 മാറ്റി ഞാൻ എന്ത് ചെയ്തു? 2.74 എന്ന് പറയുന്ന വാല്യൂ എടുത്തു. 2.74 എന്ന് എടുത്തു. പോസിറ്റീവ് വാല്യൂ മാറ്റമൊന്നുമില്ല, എന്തായിട്ട് കിടക്കുന്നു? 4 ആയിട്ട് കിടക്കുന്നു. വീണ്ടും തുകൂടെ അടുത്തു. ഇപ്പോൾ ഇതിൻ്റെ എഫ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇതിപ്പം ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് x1 x2 ആണ്. ഇനി നമുക്ക് വേണ്ടത് x4 ആയിരിക്കും. x4 ആണ് വേണ്ടതെങ്കിൽ തൊട്ട് മുമ്പുള്ളത് എന്തൊക്കെയായിരിക്കും? x2ഉം x3 ആയിരിക്കും. ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തുമായിരിക്കും? x4ഉം ആയിരിക്കും. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി x2ഉം x3 എന്ന് എഴുതുക. ഇനി എഫ് ഓഫ് x2ൻ്റെ വാല്യൂ വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം, എഫ് ഓഫ് x3യുടെ വാല്യൂ വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2.74. എഫ് ഓഫ് 2.74 എത്രയാണ്? -3.089. എഫ് ഓഫ് x3 എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് 4. എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? എഫ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 29 ആണ്. അപ്പോൾ
അപ്പോൾ ഇവിടെ അതും എഴുതി വെക്കാം 29. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വ്യത്യാസം വരത്തില്ല. ഐയുടെ വാല്യൂ നമ്മൾ എന്താ കൊടുക്കുന്നത്, ഇവിടെ ഇനി 3 എന്ന് കൊടുക്കും. ഐയുടെ വാല്യൂ 3 കൊടുക്കുമ്പോൾ എന്താണ് എഫ് ഓഫ് 3 + 1 എഫ് ഓഫ് എക്സ് 3 i + 1 ദാറ്റ് ഈസ് ഐയുടെ സ്ഥലത്ത് 3 കൊടുക്കുമ്പോൾ എക്സ് 3 + 1 ദാറ്റ് ഈസ് x4 എന്ന് കിട്ടി ഈക്വൽ ടു 3 - 1. അവിടെ 3 - 1 വരുമ്പോൾ എക്സ് എന്താണ് 2 മൈനസ് ഇവിടെ എന്താണ് 3 x3 മൈനസ് ഇവിടെ എന്താണ് 3 - 1 ദാറ്റ് ഈസ് x2 ഇൻറ്റു എഫ് ഓഫ് എന്താണ് എക്സ് 3 - 1 ദാറ്റ് ഈസ് എഫ് ഓഫ് x2 ഡിവൈഡഡ് ബൈ എന്താണ് എഫ് ഓഫ് x3 മൈനസ് എഫ് ഓഫ് x1. ഇപ്പോൾ എഫ് ഓഫ് x3 മൈനസ് എഫ് ഓഫ് x2 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു x2ൻ്റെ വാല്യൂ ഇതല്ലേ, ദാറ്റ് ഈസ് 2.74 ആണ്. മൈനസ് x3യുടെ വാല്യൂ 4 അല്ലേ, 4 മൈനസ് x2 എത്രയാണ് 2.74 ബ്രാക്കറ്റ് ഇട്ടോളണം. ഇത് ക്വസ്റ്റ്യൻ്റ് ആണ്. എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ എത്ര അറിയാം, -3.089 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് x3 എന്ന് പറഞ്ഞാൽ എത്രയാണ് 29. മൈനസും എഫ് ഓഫ് x2 എന്ന് പറയുന്നത് വീണ്ടും മൈനസും പ്ലസ് ആയി 3.089. ഇത് ചെയ്യുമ്പോഴത്തേക്ക് x4ൻ്റെ വാല്യൂ നിങ്ങളൊരു 4 ഡിജിറ്റ്സ് എടുക്കുക കേട്ടോ. 30892 ഉണ്ട്, 0892 ഒരു 4 ഡിജിറ്റ്സ് എടുത്ത് ചെയ്യുക എല്ലാത്തിലും. ഇപ്പോൾ 2.86 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, x4 കിട്ടുന്നത്. ഓക്കെ, x4 കിട്ടി. ഇനി നമ്മൾ എന്തുകൊണ്ട് പിടിക്കും, എഫ് ഓഫ് 2.86. അത് എഫ് ഓഫ് വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കും അല്ലേ. എഫ് ഓഫ് വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാനായിട്ട് ഈ വാല്യൂ എടുത്ത് കൊടുക്കുന്നു. ദാറ്റ് ഈസ് 2.86 ദ ഹോൾ ക്യൂബ് മൈനസ് 9 ഇൻറ്റു 2.86 പ്ലസ് 1 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1.346 എന്ന് പറഞ്ഞിട്ട് വരും. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇപ്പോൾ മൈനസ് വാല്യൂ ആണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും 4th അപ്രോക്സിമേഷനിലേക്ക് ഞാൻ പോവും. 4th അപ്രോക്സിമേഷനിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്കൊരു പോസിറ്റീവ് വാല്യൂവും ഒരു നെഗറ്റീവ് വാല്യൂവും എനിക്ക് വേണം. ഇവിടെ നെഗറ്റീവ് വാല്യൂ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ 2.74 മാറ്റി ഞാൻ അവിടെ എന്ത് ചെയ്തി 2.86 എന്നാക്കി. അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട് 4 ഉണ്ട്. എഫ് ഓഫ് എന്താണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന x4 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കണ്ടുപിടിക്കാൻ പോകുന്ന x5 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ളത് എന്തൊക്കെയാണ്, ഈ ഒരു സാധനത്തിലുള്ളത് x5 ആണെങ്കിൽ ഇവിടെ x4 ഇതിടുക, ഇത് x3 എന്നിടുക. അപ്പോൾ എഫ് ഓഫ് x3യുടെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് 2.86 ചെയ്യുമ്പോൾ എത്ര കിട്ടും, -1.346 കിട്ടും. എഫ് ഓഫ് എന്താണ് x4 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് ഓഫ് 4 കൊടുക്കുമ്പോൾ ഉള്ളത് എന്താണ് ഓൾറെഡി നമുക്ക് 29 ആണെന്ന് അറിയാം. ഞാനാണെങ്കിൽ x5ൻ്റെ വാല്യൂ തൊട്ട് ഇത് നോക്കി ഞാൻ പെട്ടെന്ന് എഴുതുവാണ്. x5ൻ്റെ വാല്യൂ ഇത് എന്തായിരിക്കും, x3 മൈനസ് x4 മൈനസ് x3 ഇൻറ്റു എഫ് ഓഫ് x3 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് x4 മൈനസ് എഫ് ഓഫ് x3. I ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് എഴുതാൻ പറ്റും. കാര്യം x5 ഉണ്ടെങ്കിൽ x3 x5 വെച്ചിട്ട് x3 മൈനസ് ഇതാണ് x4 മൈനസ് x3 ഇൻറ്റു എഫ് ഓഫ് x3 ഡിവൈഡ് ബൈ രണ്ടിൻ്റെയും കൂടെ ഫംഗ്ഷൻ്റെ ഡിഫറൻസ് എഫ് ഓഫ് x4 മൈനസ് എഫ് ഓഫ് x3 വിച്ച് ഈസ് ഈക്വൽ ടു x3യുടെ വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുന്നു 2.86 മൈനസ് x4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് 4 മൈനസ് x3യുടെ വാല്യൂ 2.86 ഇൻറ്റു എഫ് ഓഫ് x3 എന്ന് പറയുന്നത് എത്ര കിട്ടും -1.346 ഡിവൈഡഡ് ബൈ എഫ് ഓഫ് x4 29 മൈനസ് പ്ലസ് എന്താണ് -1 ഇൻറ്റു 034 അല്ല ഇത് ചെയ്യുമ്പോഴത്തേക്ക് x5ൻ്റെ വാല്യൂ വന്നിട്ട് 2.91 എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ എഫ് ഓഫ് എന്ത് കണ്ടുപിടിച്ച് നോക്കും 2.91 നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുള്ളൂ. ഇനി എഴുതിക്കൊണ്ട് നിൽക്കണ്ടല്ലോ. അതിൻ്റെ വാല്യൂ -0.5478 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്കറിയാം. അടുത്ത 5ാമത്തെ അപ്രോക്സിമേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നെഗറ്റീവ് വാല്യൂവും വേണം, ഇവിടെ ഒരു പോസിറ്റീവ് വാല്യൂവും വേണം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇവിടെ എന്താണ് x5 കഴിഞ്ഞ് x6 ആണ്. അപ്പോൾ ഇവിടെ ഉള്ളത് x5ഉം ഇത് x4ഉം ആണ്. അപ്പം നെഗറ്റീവ് വാല്യൂ കിട്ടുന്ന ഇതല്ലേ. അപ്പോൾ ഇതെന്ന് പറയുന്നത് 2.91 എന്ന് പറയുന്നത് x4 ആയിട്ട് എടുക്കുക. എഫ് ഓഫ് x4 എന്ന് പറയുന്നത് എത്രയാണെന്ന് എടുക്കുക -0.5478 എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ഇത് ഓൾറെഡി എത്രയാണെന്നുണ്ട് 4 എന്നുണ്ട്. എഫ് ഓഫ് x5 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നുണ്ട് 29 എന്നും പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ x6ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ x6ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തുള്ള x4 x5 അല്ലേ. x4 മൈനസ് എന്താണ് x5 മൈനസ് x4 ഇൻറ്റു എഫ് ഓഫ് x4 ഇതിങ്ങനെ എഴുതാൻ എളുപ്പം ഡിവൈഡഡ് ബൈ എഫ് ഓഫ് x5 മൈനസ് എഫ് ഓഫ് x4. എല്ലാ വാല്യൂസും ഉണ്ടല്ലോ, എല്ലാ വാല്യൂസും ഉണ്ട്. x4 എന്ന് പറയുന്നത് 2.91 ആണെന്നറിയാം. -4 മൈനസ് 2.91 ഇൻറ്റു എഫ് ഓഫ് x4 എന്ന് പറഞ്ഞാൽ എത്രയാണ്
മൈനസ് 0.54 ഡിവൈഡഡ് ബൈ ഇതിന് മാത്രമേ ഡിവൈഡ് ബൈ ഉള്ളൂ. നമുക്ക് എന്ത് കിട്ടും? 29 മൈനസ് പ്ലസ് 0.5478. അപ്പോൾ ഇത് കാണുമ്പോൾ x6 കിട്ടൂലേ? എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് 2.93 എന്നാണ്. അപ്പോൾ 2.93 ആണ് നമുക്ക് എന്ത് വരുന്നത്? എഫ് ഓഫ് x6 വരുന്നത്. ദാറ്റ് ഈസ് x6ൻ്റെ വാല്യൂ വന്നത്. അപ്പോൾ x6 ഈസ് ഈക്വൽ ടു 2.93. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിച്ച് നോക്കണം? എഫ് ഓഫ് 2.93 കണ്ടുപിടിച്ച് നോക്കണം. അപ്പോൾ എഫ് ഓഫ് 2.93 എന്ത് പിടിച്ചോ? മൈനസ് 0.2162 എന്ന് പറഞ്ഞു. 2162 എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു നെഗറ്റീവ് വാല്യൂ റീപ്ലേസ് ചെയ്യാൻ കിട്ടി. പോസിറ്റീവ് വാല്യൂ അതേപോലെ ഉണ്ട്, അതായത് 4 ഉണ്ട്. എഫ് ഓഫ് ഈ ഒരു സാധനം എത്രയെന്നുണ്ട്? 29 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ നമുക്ക് എത്രയെന്ന് പറഞ്ഞ് കിട്ടി? നെഗറ്റീവ് വാല്യൂ ആണ് 2.93 എന്ന് കിട്ടിയത്. അപ്പോൾ എഫ് ഓഫ് എന്ത് എക്സ് ആണോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 0.2162 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ട അടുത്ത അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് 5 കഴിഞ്ഞാൽ അടുത്ത എന്താണ്? 6th അപ്രോക്സിമേഷനാണ്. അപ്പം 6th അപ്രോക്സിമേഷനിൽ x6 കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? x7 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഈ സാധനം എന്ന് പറഞ്ഞാൽ x6ഉം ഇതെന്തുമായിരിക്കും? x5 ആയിരിക്കും. ഇക്വേഷൻ എഴുതാമല്ലോ, നേരത്തെ പോലെ എഴുതാമല്ലോ. x7ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. x7ൻ്റെ വാല്യൂ x5ൻ്റെ വാല്യൂ എന്ത് കൊടുക്കുക? x5 ഈസ് ഈക്വൽ ടു 2.93 കൊടുക്കുക, x6 ഈക്വൽ ടു 4 കൊടുക്കുക അല്ലേ? അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് x7 കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു 2.937918 ചെയ്ത് നോക്കുക x7ൻ്റെ വാല്യൂ. ഇനി അടുത്ത ഇത് കഴിഞ്ഞ് ഇതേ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യുമ്പം x8 കിട്ടും 2.94285. ഇനി ഒന്നുകൂടെ ചെയ്യുമ്പോൾ x9 കിട്ടും വിച്ച് ഈസ് ഈക്വൽ ടു 2.9428. അപ്പോൾ x9ഉം x8ഉം നമ്മൾ നോക്കുമ്പോൾ 2 ഒരേപോലെ, 9 ഒരേപോലെ, 4 ഒരേപോലെ, 2 ഒരേപോലെ, 8 ഒരേപോലെ. ആദ്യത്തെ 4 ഡിജിറ്റ്സ് സെയിം ആയതുകൊണ്ട് നമുക്കിത് രണ്ടും. സോ therefore the required root correct to 3 decimal places. Correct to 3 decimal places is 2.943. Okay, 3 decimal places ആണെങ്കിൽ 2.943 എന്ന് പറഞ്ഞിട്ടൊക്കെ എടുക്കാം. 28 എടുത്തിട്ട് 28 4 decimal places ആണെങ്കിൽ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന റൂട്ട് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ദിസ് ഈസ് ദ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഇതെന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഫസ്റ്റ് നിങ്ങളൊരു സെറ്റ് സാധനം ചെയ്യുന്നു, അത് തന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചെയ്തു പോകുന്നു. ഇതാണ് റെഗുലാർ ഫാൾസി മെത്തേഡ്. ഇത് നിങ്ങൾ x7 x8 വരെ ചെയ്യുമ്പോൾ കിട്ടുമെന്നൊന്നും വിചാരിക്കേണ്ട. ചിലപ്പോൾ x14 x14 വരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പോവാം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവുക റെഗുലാർ ഫാൾസി മെത്തേഡ് ഉപയോഗിച്ചിട്ട് വേറൊരു പ്രോബ്ലം നമുക്കിപ്പോൾ ചെയ്യാനായിട്ട് വന്നാൽ എങ്ങനെ ചെയ്യുമെന്നുള്ളത്. അടുത്ത പെട്ടെന്ന് അങ്ങ് ചെയ്തു പോകും. അടുത്ത